നമസ്കാരം. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിൽ ശ്രീരാമഭഗവാന് ക്ഷേത്രവും പ്രാണപ്രതിഷ്ഠയും നടന്നു. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്ഷേത്രമാണ് രാംലല്ല ക്ഷേത്രം. രാംലല്ല എന്ന് പറഞ്ഞാൽ ബാലരാമൻ എന്നാണ് അർത്ഥം വരുന്നത്. ചരിത്രം സാക്ഷിയാക്കി സപ്ത നദികളിലെ ജലം ശങ്കിലം ജലത്തിലേക്ക് ആവാഹിച്ച് ആ ജലത്തിലേക്ക് ആചാര്യൻ സ്വന്തം ജീവചൈതന്യത്തെ ലയിപ്പിച്ചു. ശ്രീരാമരാജ്യത്തിന് മുഖ്യ യജമാനനായി ശ്രീ നരേന്ദ്രമോദിജി രാമക്ഷേത്രത്തിൽ എത്തിയതോടെ ചടങ്ങുകൾ തുടങ്ങി. ശ്രീരാമഭഗവാന് ഉള്ള പട്ടുവസ്ത്രങ്ങളും വെള്ളിക്കുടയും കൈമാറിയതോടെ ആഘോഷത്തിന് തുടക്കമായി. 50-ൽ ഏറെ വാദ്യ ഉപകരണങ്ങളും മംഗളധ്വനികളും മുഴങ്ങി. 12 മണി കഴിഞ്ഞ് 20 മിനിറ്റും 8 സെക്കൻഡും കഴിഞ്ഞതോടെ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ആ ദേവമുഹൂർത്തം വന്നെത്തി. ശ്രീരാമഭക്തനായ പ്രധാനമന്ത്രി മോദിജി നീണ്ട ഉപവാസം അനുഷ്ഠിച്ചാണ് ഈ ചടങ്ങിന് വേണ്ടി കാത്തിരുന്നത്. നാനാഭാഗത്തുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തിയാണ്, തീവ്ര വ്രതത്തോടെയാണ് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ സരയൂ നദിയിൽ സ്നാനം കഴിഞ്ഞാണ് പ്രാണപ്രതിഷ്ഠയ്ക്കായി മോദിജി എത്തിയത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് യജമാന സ്ഥാനത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൂജാദ്രവ്യങ്ങൾ പകർന്നു നൽകി വിധിപ്രകാരമുള്ള ചടങ്ങുകൾ തുടങ്ങി. കറുത്ത സാളഗ്രാമത്തിൽ തീർത്ത, അതായത് കൃഷ്ണശിലയിൽ തീർത്ത കോമളനായ, കണ്ടാൽ കൊതിമാറാത്ത ഗുരുവായൂരിലുള്ള ഉണ്ണിക്കണ്ണനെ പോലെ, ശബരിമലയിലുള്ള അയ്യപ്പ വിഗ്രഹത്തെപ്പോലെ കയ്യിൽ സ്വർണ്ണ അമ്പും വില്ലും പിടിച്ച് ചിരിതൂഹി ആരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന കള്ളച്ചിരിയോടുകൂടി പുഞ്ചിരിച്ചു നിൽക്കുന്ന ശ്രീരാമ വിഗ്രഹം, അതിലേക്ക് പ്രാണൻ പകർന്നു നൽകുക എന്ന പുണ്യകർമ്മമാണ് ആചാര്യന്മാർ ചെയ്യുന്നത്. അയോധ്യയിലുള്ള താൽക്കാലിക വിഗ്രഹത്തിലെ പ്രാണൻ പ്രധാന വിഗ്രഹത്തിലേക്ക് ചൈതന്യത്തോടെ ഉജ്ജ്വലമായി ആവാഹിച്ച് യോജിപ്പിക്കണം. അതിന് അനുവാദം ചോദിക്കുന്ന ചടങ്ങുകളോടെയാണ് പ്രാണപ്രതിഷ്ഠയുടെ തുടക്കം. ഇന്നു മുതൽ അയോധ്യയിൽ പുതിയ ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിലേക്ക് ഭഗവാൻ ബാലരൂപത്തിൽ അതീവ ചൈതന്യത്തോടു കൂടി കുടികൊള്ളും. ഭക്തന്റെ ശിരസ് ഭഗവാന് കാണുവാനുള്ള വിധത്തിലാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇനി പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. ഇന്നു മുതൽ നാം സ്വപ്നം കണ്ട രാമരാജ്യം തുടങ്ങുകയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞു. എല്ലാ അസമത്തുകളും അവസാനിക്കും. എല്ലാവരും സ്നേഹത്തോടും പരസ്പര ബഹുമാനത്തോടും പെരുമാറും. എല്ലാവരും ഒത്തൊരുമയോടെ ജീവിക്കുകയും ചെയ്യും എന്ന് മോദിജി പറഞ്ഞു. ഭഗവാൻ ശ്രീരാമൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് മോദിജിയുടെ വാക്കുകൾ അവസാനിപ്പിച്ചു. ഓരോ ഹൈന്ദവരുടെയും നൂറ്റാണ്ടുകളുടെ സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിച്ചത്. അയോധ്യയിലെ എല്ലാ ഭക്തരും, അതുപോലെ ഇന്ത്യയിലുള്ള എല്ലാ ഭക്തരും ഇന്ന് സന്തോഷത്തിൻ്റെ നിറവിലാണ്. അപ്പോൾ എല്ലാവരെയും ശ്രീരാമ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ശ്രീരാം.